ബിഗ് ബോസ് മലയാളം സീസൺ 7. അപ്പോൾ ലൈവിൽ ഇവരെ ഫാമിലി എല്ലാവരും ഫാമിലിയൊക്കെ വന്നിട്ട് പോയല്ലോ. അപ്പോഴത്തന്നെ ലൈവിൽ അപ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ വീട്ടുകാർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആർക്കാണ് സപ്പോർട്ട്, ആർക്കാണ് നെഗറ്റീവ്, എങ്ങനെ കളിക്കണം എന്നുള്ള രീതിയിലൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണം എന്നുള്ള രീതിയിലൊക്കെ കുറേ ആൾക്കാർക്ക് മനസ്സിലായി. വീട്ടുകാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. കാരണം നമ്മൾ ലൈവിൽ കാണാതെ പല കാര്യങ്ങളും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ലൈവിൽ അക്ബറും ഒനിയൻ സാബുവും അതുപോലെ ഷാനവാസും കൂടി നിന്നിട്ട് അനീഷിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒനിയൻ സാബു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് അവസരവാദിയാണെന്നാണ് പറയുന്നത്. കാരണം ആദിലയും അനീഷും തമ്മിലൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അത് ലാലേട്ടൻ വരുന്നതിന് മുമ്പേ അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് വിട്ട് കളഞ്ഞൊരു വ്യക്തി ലാലേട്ടൻ വന്ന സമയത്ത് പ്ലേറ്റ് മാറ്റി അങ്ങോട്ട് ചവിട്ടി എന്നാണ് പറയുന്നത്. ലാലേട്ടൻ വന്ന സമയത്ത് അത് അവിടെ എടുത്തിട്ട് ഭയങ്കര പ്രശ്നമാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ അക്ബറും പറയുന്നുണ്ട് അനീഷ് കള്ളനാണ്, മൊത്തവും കാണിക്കുന്ന കള്ളത്തരമാണ്. അന്ന് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചൊരു ടാസ്ക് ഇവർക്ക് നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ടാസ്കിൽ കള്ളത്തരം കാണിച്ച് അവിടെ പോയി കിടന്ന് ഉറങ്ങുമായിരുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഷാനവാസും അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇവർ ഷാനവാസിൻ്റെ ഗെയിം ഇഷ്ടമാണ്, ഷാനവാസിന് ഇഷ്ടമാണ്, അതുപോലെ അനുമോളെ ഇഷ്ടമാണ്, അനീഷിനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇവർക്ക് ഇവരേതായിട്ടുള്ളൊരു ഗെയിം ഉണ്ട് ഇവിടെ. ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല. കാരണം അവർക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് കിട്ടുന്ന സമയത്തല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഗെയിം കളിക്കുന്നുണ്ട്. നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തിയിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഷാനവാസിന് അനീഷുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഇവർ തമ്മിലിരുന്ന് സംസാരിക്കുന്ന അനീഷിനെ പറ്റിയിട്ട് ഒരു കുറ്റപ്പെടുത്തൽ പറയുന്ന സമയത്ത് അവിടെ ഇരുന്ന് കേൾക്കത്തില്ല. നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ അവിടെ നിന്ന് എണീച്ച് പോത്തേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഷാനവാസിനെ കുറ്റപ്പെടുത്തുമല്ല, പുള്ളിയതായിട്ടുള്ള ഗെയിം കളിക്കുന്നു. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരേതായിട്ടുള്ള ഗെയിം അവർ കളിക്കുന്നുണ്ട്. ഇപ്പം അന്ന് അനീഷ് ക്യാമറയുടെ മുമ്പിൽ നോക്കിയിട്ട് ഷാനവാസിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പം അതാണ് പറഞ്ഞത്, അവരേതായിട്ടുള്ള ഗെയിം അവർ കളിച്ചു പോകുന്നുണ്ട്. അല്ലാതെ ഒരു കൂട്ടുകെട്ടിൽ നിന്നിട്ട് അവർ കളിക്കുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തി പറയുമല്ലോ കേട്ടോ. കാരണം അങ്ങനെയാണ് വേണ്ടത്. അവരേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിം അവർ കളിച്ചു പോകണം. അപ്പോൾ ഇവിടെ ഷാനവാസും പറയുന്നുണ്ട്, അത് അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട്. അവൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജിയും ഗെയിമും കാര്യങ്ങളാണ് അവൻ ഇവിടെ കളിച്ചു പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ അക്ബർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നേരെ മറിച്ച് നമുക്കൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ ഈ അക്ബർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒനിയൻ സാബു ആയിക്കോട്ടെ, അപ്പോൾ ഇവരെ കൂടെ നിന്നിട്ടുള്ള പുറത്തു പോയിട്ടുള്ള അഭിലാഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അപ്പാനി ശരത്തായിക്കോട്ടെ, ഇവരൊക്കെ വന്ന അന്ന് തൊട്ടേ അനീഷുമായിട്ട് പ്രശ്നങ്ങളാണ് അല്ലേ. അനീഷിന് ഇവർക്ക് ഇഷ്ടമല്ല. പക്ഷെ ഷാനവാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്യാരക്ടറല്ല. ഷാനവാസും അനീഷും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് വെറുതെ ഇരുന്ന് കേൾക്കേണ്ട കാര്യമില്ലായിരുന്നതാണ് എനിക്ക് തോന്നിയത്. നല്ലൊരു ഫ്രണ്ടാണെങ്കിൽ അവിടെ നിന്ന് എണ്ണീച്ച് മാറി പോവുക. അപ്പോൾ അനീഷ് അവിടെ കിച്ചണിൽ നിന്ന് കയറി വന്നിട്ട് അരിയുടെ എന്തോ ചോദിക്കുന്നുണ്ട്, അരിയുടെ എന്തോ കേസ് കിട്ടുക, അരിയിടുന്നതിനെ പറ്റിയിട്ട് എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷ് വരുന്ന സമയത്ത് അവർ ആ കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് അനീഷിനെ കണ്ടതോടുകൂടി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അനുമോൾ ഒരു കേസ് കിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോളും ഈ ഷാനവാസും രണ്ടുപേരും കാര്യം ഈ ആദിലയിൽ ഒരു ലോക്കായി പോയിട്ടുണ്ടോ എന്നൊരു സംശയം. കാരണം ഇവരെ രണ്ടിൻ്റെയും ഗെയിം ഇപ്പം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്, ഇവരെ ഒരു ഗെയിമിൻ്റെ ഒരു പോക്ക് കണ്ടിട്ട്. ഇപ്പം ഇന്ന് തന്നെ ഇവർ ഫാമിലി റൗണ്ടിൽ ഇപ്പം അക്ബറിൻ്റെ ആയിക്കോട്ടെ, അതുപോലെ ദിയാസന, അതുപോലെ ജാസ്മിനൊക്കെ വന്ന് പിന്നെ ദിയാസനയുടെ ഒരു കാര്യം പറയാനുണ്ട്. പുള്ളിക്കാരി ടോട്ടലി എൻറ്റയർലി ഡിഫറൻറ്റ് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ദിയാസനെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ വെച്ചിട്ട് അനീഷിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. അനീഷ് നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിയാണെന്നൊക്കെ. കാരണം ഞാൻ വിചാരിച്ചത് അവിടെ ചെന്നിട്ട് കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കും. ആദിലയും അനീഷും തമ്മിലുള്ള പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ട് മറ്റേ വേദലക്ഷ്മിയും ഷോഫയൊക്കെ കാണിച്ചു കൂട്ടിയ പോലെ കുറച്ച് ഷോ ഓഫ് എടുക്കുമെന്ന്, വേദലക്ഷ്മി അല്ലല്ലോ, റിയാസും അതുപോലെ ഷോ ഓഫൊക്കെ കാണിച്ചു കൂട്ടിയ പോലെ കുറച്ച് ഷോ ഓഫ് എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവരൊക്കെ നല്ലതുപോലെ കേട്ടോ എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിൽ ഡീൽ ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ച് എയർപോർട്ടിൽ വന്ന സമയത്ത് വരെ അനീഷിനെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. ലൈവിനകത്ത് ഒന്നത്തെ കാര്യം, ഈ ലൈവ് കാണാതെയാണ് ഒരുപാട് ആൾക്കാർ വന്ന് കമൻറ്റ് ഇടുന്നത്. അതല്ലേ ഈ ലൈവിനകത്ത് ഇന്ന് അനീഷാണ് ദിയാസനെ അവിടെ എല്ലാം ബെഡ്റൂം, കിച്ചൺ എല്ലാ സ്ഥലങ്ങളും കൊണ്ടു കിടന്ന് കാണിച്ചു കൊടുത്തത്, മുന്നിട്ട് നിന്ന് കാണിച്ചു കൊടുത്തത്. അപ്പോൾ ദിയാസൻ അത് പറയുന്നുണ്ട് എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട്, അനീഷാണ് എന്നെ എല്ലാം കൊണ്ട് കാണിച്ചത്, അനീഷ് നല്ലൊരു മനുഷ്യനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത് അറിയാതെ. അപ്പം എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയ പല ആൾക്കാരും അനീഷിനെ പറ്റി പറയുന്നുണ്ട്. നല്ല കാര്യമാണോ എല്ലാവരും പറയുന്നത്. അതല്ലാതെ കുറേ ഇവിടെ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ അനീഷിനെ പറ്റിയിട്ട് കുറ്റം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൽ ഭയങ്കര ലൈവിനകത്ത് ഭയങ്കര വഴക്കായിരുന്നു. കാരണം എന്നും കിച്ചണിനകത്തടെ ഇവർ അടിയും പിടിയും ഉണ്ടാക്കുന്നത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കേസ് കെട്ടുകളാണ്.
അപ്പം ഇവര് ദിയാസനയുടെയും അതുപോലെ ദിയാസനയും ജാസ്മിൻ മൂസയും അതുപോലെ അക്ബറിന്റെ ഒക്കെ വീട്ടുകാർ വന്നപ്പോൾ കുറെ ഫുഡുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നോൺ വെജിറ്റേറിയൻ ഫുഡായിരുന്നു. അപ്പം വെജിറ്റേറിയൻ അല്ല, എല്ലാം നോൺ വെജ് ഫുഡായിരുന്നു. വെറൈറ്റി ഐറ്റങ്ങളായിരുന്നു, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ. അപ്പോൾ ആ മട്ടൻ ബിരിയാണിയൊക്കെയാണ് അവർ കഴിച്ചത്, ദിയാസിനെ. അപ്പോൾ ഇവരെല്ലാം ഒന്നും അലോഡ് ചെയ്തില്ല. അക്ബറിന്റെ വീട്ടുകാരൊക്കെ ഒരുപാട് കൊണ്ടുവന്നെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും അലോഡ് ചെയ്തിട്ടില്ല. അപ്പം ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇപ്പം ഇവരൊക്കെ നോൺ വെജ് ആണല്ലോ. അപ്പം അവിടെ വെജ് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് ജിസയിൽ. അപ്പോൾ ജിഷൻ ഓൾറെഡി പോയി. അപ്പം ജിഷൻ ഇവിടെ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നെങ്കിൽ അടിയുണ്ടായേനെ, വഴക്കൊന്നുണ്ടായിരുന്നു, നല്ലൊരു ഫൈറ്റ് കാണാമായിരുന്നു. കാരണം വെജും നോൺ വെജും തമ്മിലുള്ളൊരു ഫൈറ്റ് നമുക്ക് കാണാമായിരുന്നു. അപ്പം ജിസയിൽ അപ്പം സാധാരണ നമ്മൾ ഒരു പരിഗണനയൊക്കെ കൊടുക്കണോടെ, കാരണം എല്ലാവരും നോൺ വെജ്, ഒരാൾ മാത്രം വെജ്. അപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ട് കിച്ചണിൽ ചെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു ഇത് കൊടുക്കണം, ചാൻസ് കൊടുക്കണം. അപ്പം കിച്ചൺ ഭരിക്കുന്ന ടീം മാത്രമേ ഉണ്ടാക്കി കൊടുക്കൂ എന്നുള്ളൊരു വാശിയൊന്നും അത് നല്ല കാര്യമല്ല. അപ്പോൾ ജിസയിൽ മാത്രം അവിടെ ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഷ്ടം തോന്നി. കാരണം എനിക്കത് കണ്ടപ്പോഴത്തേക്ക് കഷ്ടം തോന്നി. പുള്ളിക്കാരി ഇപ്പോൾ ലൈവ് കാണാതെ ആരും ചുമ്മാ ഒന്ന് കമന്റ് ഇടല്ലേ കേട്ടോ. ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അനുമോളെ പിറവേ നടന്ന് ജിസയിൽ ഫുഡ് ഉണ്ടാക്കി തരാൻ പറയുന്നുണ്ടായിരുന്നു. പിറവേ നടന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ലെ പിന്നെ അതിനുള്ള അനുമതി കൊടുക്കണം, അതാണ് വേണ്ടുന്നത്. അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തരാമെന്നങ്ങണ്ട പറഞ്ഞു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് അനുമോൾ അവിടെ ചെന്ന് പോയി കിടന്ന് ഉറങ്ങി. അപ്പം ജിസയിൽ വിശന്ന് അനീഷിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്. ഇപ്പം അനീഷാണ് പറഞ്ഞത് കിച്ചണിൽ ചെന്ന് ഉണ്ടാക്കി കഴിച്ചോളാൻ പറയുന്നുണ്ട്. അപ്പം ജിസയിൽ അവിടെ ചെന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അനുമോൾ വന്നിട്ട് അതുപോലെ സംസാരിക്കുന്നുണ്ട്. അവിടെ പിന്നെ ഭയങ്കര സംസാരമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ കിടന്നിട്ട് ഭയങ്കര അടിയായിരുന്നു. അപ്പം ഇവിടെ ഒരു കാര്യം, കാരണം അനാവശ്യമായിട്ടാണ് ഇവിടെ ഈ ഫുഡിന്റെ പേരിൽ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. ഇപ്പം ഇവിടെ അനുമോക്ക് അന്നേരം അങ്ങ് പറയായിരുന്നത് ജിസയിൽ പോയി ഉണ്ടാക്കി കഴിച്ചോ എന്ന് പറയായിരുന്നു. കാരണം അവരെല്ലാം നോൺ വെജ് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് പല ടൈപ്പിലുള്ള ചിക്കനും മട്ടനെല്ലാം കഴിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പോലെ വെജിറ്റേറിയൻ ആയിട്ടിരിക്കുന്ന ഒരാൾക്കൊരു നിരാശ തോന്നൂടെ. അവരാകെ കഴിക്കുന്ന പച്ചക്കറിയും പുഴുങ്ങിയ തക്കാളി അതൊക്കെയല്ലേ കഴിക്കുന്നത്. അപ്പൊ അവിടെ അങ്ങനെ ഒരു അടിയുടെ വിഷയം ഇല്ലായിരുന്നു, കാരണം അത് ഓവറാക്കി കളഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്. ചില സമയത്തൊക്കെ ഈ അനുമോൾ ആയിക്കോട്ടെ, ഷനോസ് ആയിക്കോട്ടെ, ഇവരെ ഇപ്പോഴത്തെ ഒരു ഗെയിം പ്ലേ ഉണ്ടല്ലോ, ഈ ആദിലയിൽ ലോക്ക് ചെയ്തിട്ട് ഇവർ ലോക്കായി പോയ രീതിയിലാണ് ഇവർ നിൽക്കുന്നത്. കാര്യം അറിയാതെ ഇവർ എടുത്ത് അടി ഓരോന്ന് കാണിക്കുന്നു. കാരണം അവരിലോട്ട് ഇവർ രണ്ടും അങ്ങോട്ട് പോവാണ്, അടുത്തടുത്ത് പോവാണ്. അടുത്ത് പോകും തോറും ഇവരൊരു ഗെയിം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ക്യാരക്ടറും സത്യം പറഞ്ഞാൽ ആദിലയോടെ ചേർന്നിട്ട് ഇവരെ രണ്ടിൻ്റെയും ക്യാരക്ടർ അങ്ങനെ ആ ആദിലയുടെ ഒരു ക്യാരക്ടറായി വരുവാണോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഇവരെയൊക്കെ നല്ല രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു. ഷനവാസിനെ ആയിക്കോട്ടെ, അനുമോളെ ആയിക്കോട്ടെ, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നല്ല, ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവരെ ഗെയിം പ്ലേ ഒക്കെ ഒരു മോശം രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്ന് തന്നെ കിച്ചണിനകത്തുള്ളൊരു ഫൈറ്റ്, രാവിലെ ഫൈറ്റ്, രാവിലെ അനീഷും അനുമോളും തമ്മിലുള്ള ഫൈറ്റ്. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക് എവിടം വരെ പോകുന്നു. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. അപ്പം